ഇങ്ങനെ ഉണ്ടായിരിക്കല്ലേ, എന്തേലും ഒന്ന് പറയേ. എടാ എന്ത് പറയാനാ, ഈ പരാജയം നമ്മുടെ രണ്ടുപേരല്ലാണ്ട് വേറെ ആളുടെ ഒപ്പില്ല. എല്ലാവർക്കും ഇത്ര പേടിയാണ്. എടാ പിന്നല്ലാണ്ട് ഇയാള് മാഷ പറഞ്ഞിട്ട് കാര്യമില്ല. പൊളിറ്റിക്കൽ നല്ല ഹോൾഡ് ഉണ്ട്. പോരാത്തിന് ഉന്നത കുലജാത പറഞ്ഞ നടപ്പുണ്ട് ആളുടെ. ഓ, ഇതൊക്കെ കേൾക്കുമ്പോഴാ ആ പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനും ഒരാളോട് എടുത്തിട്ട് പേടിക്കാം. പിന്നല്ലാണ്ട് എന്തായാലും നമ്മുടെ രണ്ടുപേരും ഒപ്പുണ്ട് മാത്രം ആൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. എന്നെയും കുറെ പേര് വിളിച്ചിരുന്നു, ഇതാ നീ ഇതൊക്കെ നിർത്ത്, ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഒഴിവാക്കുന്ന പറഞ്ഞു. എടാ പിന്നെ ഇങ്ങനെ ഒരു പറയാണ്ടിരിക്കുക ഇങ്ങനെ. ആള് ജാതിപ്പേര് പറഞ്ഞ കളിക്ക് പിള്ളേര് വരെ ആൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കണില്ല, മിണ്ടണില്ല. എന്താ കാരണം? ഇയാളുടെ ഒപ്പിനെ ജയിച്ചു പോകാൻ പറ്റുള്ളേ. അതന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അറിയില്ല. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, പള്ളി കയറിയിട്ട് പോകും. ആ ഡോറൊക്കെ തന്നെയാണ് ഞാൻ വിളിച്ചു. ഞാനല്ലേ വിളിച്ചേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തായി, വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാ? ആരാ? പുണ്യാളനടാ, നമ്മുടെ പള്ളിയിലെ നബുംസ്യ പുണ്യാളൻ. പുണ്യാളനാ? ഇത് ശരിക്കും പുണ്യാളനാട്ടോ. ആ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനാടാ നിങ്ങൾ പേടിക്കണേ? വാ, നമുക്കിരുന്ന് സംസാരിക്കാം. ആ, എന്താ ചൂടല്ലേ? അത് പോട്ടെ, പറഞ്ഞ മക്കളെ, എന്താ പ്രശ്നം? നീ പറ. എൻ്റെ പുണ്യാളാ, 2026 എന്നിട്ട് ആൾക്കാർക്ക് ഒരു മാറ്റവും ഇല്ല. ഞങ്ങളുടെ അവിടെ ഒരു സാറുണ്ട്, ആളീ പിള്ളേരനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക. ഈ ടീച്ചർമാർക്കും പ്രിൻസിപ്പളിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും ആളുടെ പേടിയാ. ആൾക്ക് ഈ പൊളിറ്റിക്കൽ നല്ല ഹോൾഡ് ഉണ്ട്. പോരാ തന്നെ ഉന്നത കോളേജാന്ന് പറഞ്ഞ ആളുടെ ഒരു നെഗളിപ്പുണ്ട്. എല്ലാവർക്കും പേടിയാ ആളിനെ. സത്യം പറയാൻ പേടിയാ? എന്തിന്? നിങ്ങൾക്ക് ഞാൻ എൻ്റെ കഥ പറഞ്ഞുതരാം. ബൊഹീമിയയിലെ നെബുമുക്കില് 1345 എൻ്റെ ജനനം. ഈശോ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ ജീവനാ. അൾത്താരബാലനായിരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, എനിക്കും പള്ളിയിൽ അച്ഛനായിട്ട് ബലിയർപ്പിക്കണം. അങ്ങനെ വൈദികനായി പാപികളെ മാനസാന്തരം നടത്തി, അറിവില്ലാത്തവരെ പഠിപ്പിച്ചു, പീഡിതർക്ക് ആശ്വാസം നൽകി. അങ്ങനെ പോവായിരുന്നു. എൻ്റെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ദൂരേന്ന് വരെ ആൾക്കാർ വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോമ്പുകാല പ്രസംഗത്തിനായിട്ട് എന്നെ ബെൻസിലസ് ചക്രവർത്തി കൊട്ടാരത്തിലേക്ക് വിളിക്കണം. രാജാവിനും രാജ്ഞിക്കും എന്നെ ഇഷ്ടമായി. പിന്നെ ഞാൻ അവിടുത്തെ കുമ്പസാരക്കാരനായി. പക്ഷേ രാജാവ് ഒരു സൂത്രശാലിയായിരുന്നു. വഞ്ചനയും കാപ്പട്ടിയും നിറഞ്ഞൊരു ഭരണം. രാജാവിന് രാജ്ഞിയെ സംശയമായിരുന്നു. രാജ്ഞി വന്ന് കുമ്പസാരിച്ചത് എന്താണെന്ന് രാജാവിന് അറിയണം. പക്ഷേ നിങ്ങൾക്കറിയാലോ, കുമ്പസാരസ് ഞാൻ കാത്തു. സ്വർണം, രത്നം, എന്തിന് രാജ്യത്തിൻ്റെ ഒരു ഭാഗം തരാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ലേ. അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു, ശരീരം ചുട്ടുപഴുപ്പിച്ചു, പീഡിപ്പിച്ചു.
പക്ഷെ കുമ്പസാരേസ് ഞാൻ പറഞ്ഞില്ല. അവസാനം എന്നെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നു. അപ്പോൾ ഒരു തവണ പോലും പറയാൻ തോന്നിയില്ലേ? ഇല്ല, എൻ്റെ കൂടെ കർത്താവുണ്ടായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞിരുന്നെങ്കിലേ സ്വർണവും രത്നവും എല്ലാം എനിക്ക് കിട്ടിയേനെ. പക്ഷേ അതിലും മൂല്യമുള്ള ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടേനെ, എൻ്റെ ഈശോ. ഇന്ന് ഞാനിവിടെ വിശുദ്ധനായിട്ട് നിങ്ങൾക്ക് ആശ്രയമായിട്ട് നിൽക്കുന്നുണ്ടേ, അതിന് കാരണം അവനാ. മക്കളെ, മരിക്കാൻ എനിക്ക് പേടിയില്ലായിരുന്നു. കാരണേ അവൻ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു എന്നുള്ള ധൈര്യം. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, സത്യത്തിൻ്റെ ഒപ്പം നിൽക്കാനേ പ്രയാസ, പക്ഷെ അസാധ്യമല്ല. അങ്ങനെയുള്ളവരെ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളൂ, ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള ചങ്കർപ്പുണ്ടേ, നിങ്ങൾ ചെല്ലേ, ബാക്കി അവൻ നോക്കിക്കോളൂ. പുണ്യാളാ, പുണ്യാളാണല്ലേ? ഇതാരത്? പുണ്യാളാണോ? ഹാ, വന്നേ. എന്തൊരു നിക്കണെങ്കിൽ വായോ. ആ, ഡാനി നീയാ? ചക്ക പിടിക്ക്. ഇതെന്തൊരു കുറച്ചൊക്കെ ആയിട്ട്. ചക്ക പെരുന്നാളല്ലടാ, ചക്ക ഉണ്ടാവില്ലേ? ആ, അത് ശരിയല്ലേ. ഈ മാസം 9 പെരുന്നാള് ഓർമ്മയുണ്ടോ നിനക്ക്? ആ, ഓർമ്മയുണ്ട്. എവിടെ ചക്ക എടുക്ക്. ആ, എന്തുട്ടാണ് അപ്പൊ പള്ളിയിൽ ഇത്ര നീ പ്രാർത്ഥിക്കാ? ഏയ്, ഞങ്ങള് വെറുതെ പുണ്യാളെ സംസാരിക്കായിരുന്നു. പുണ്യാള. ആ, അതൊക്കെ ഉണ്ട്. നീ വന്നേ.